എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇതാണ് എൻ്റെ വണ്ടി. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയ ഒരു വണ്ടിയാണ് ഈ വണ്ടി. അപ്പം ഇതിൻ്റെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഇതിപ്പോൾ ഇന്നാളൊരു എന്താ പറയുക, ഒരു ഇഞ്ചൻ മണിയായി. ഞാൻ 14,500 രൂപ കൊടുത്തിട്ട് ഈ വണ്ടി എന്താ പറയുക, ഈ വണ്ടി സർവീസ് ചെയ്തു, അല്ലെങ്കിൽ വണ്ടി ശരിയാക്കി 14,000. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, എന്തിനാണ് 14,500 രൂപ എടുത്ത് ഈ പഴയ വണ്ടി ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്നത്. പഴയ വണ്ടി പറഞ്ഞാൽ 10 വർഷത്തെ പഴക്കമുണ്ട്. എൻ്റെ മൊഞ്ചത്തിയാണിത്. ഈ വണ്ടി എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഇവള് എൻ്റെ കയ്യിൽ വന്നിട്ട് 10 വർഷത്തിനടുത്താവാനായി. അപ്പം ഞാനിതെൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ്. എൻ്റെ കൂടെ എന്തിന് സപ്പോർട്ടായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് ഞാൻ ഇവളെ കാണുന്നത്. അപ്പം ഇപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, എന്തിനാണ് ഇത്രയും പഴയ വണ്ടിക്ക് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടപ്പറപ്പിന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എത്ര ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണെങ്കിലും ആ അസുഖം മാറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കും. ഞാൻ എൻ്റെ ഒരു കൂടപ്പറപ്പായിട്ടാണ് എൻ്റെ ഈ വണ്ടിനെ കാണുന്നത്. എൻ്റെ എത്രയോ മോശം ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നൊരു വണ്ടിയാണിത്. എത്രയോ മോശം സമയത്ത്, അല്ലെങ്കിൽ എത്രയോ ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വണ്ടിയാണ് ഈ വണ്ടി. അപ്പം ഞാൻ ഇപ്പോൾ വണ്ടീൻ്റെ 63,000 രൂപയാണ് ഈ വണ്ടി ഞാൻ എടുക്കുമ്പോഴുള്ള വില. ഞാൻ എൻ്റെ കണക്ക് പ്രകാരം ഒരു 35,000 രൂപ ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ ചിലവാക്കി കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും ഇതൊരു ജീവിയാണ്, അത് എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ട് നിൽക്കുന്ന ജീവനുള്ളൊരു സാധനമാണ് എൻ്റെ ഈ ആക്റ്റീവ. അപ്പം എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാനത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞാനത് ശരിയാക്കും. അതെൻ്റെ കൂടപ്പുറപ്പാണ് എൻ്റെ വണ്ടി. അപ്പം ഞാൻ എന്തിനാണ് ഈ വണ്ടിക്ക് വേണ്ടി ഇത്ര പൈസ ചിലവാക്കണമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണ്. ഇനിയിപ്പോൾ എത്ര ഇത് വന്നാലും ഇത് ശരിയാക്കാൻ പറ്റും, ഇത്ര പൈസ ചിലവാക്കിയാൽ ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് ചിലവാക്കി ഈ വണ്ടിനെ എൻ്റെ കൂടെ തന്നെ. ഇനി ഈ വണ്ടിക്ക് വേറെ ഓണറില്ല, ഇത് ഞാൻ തന്നെയായിരിക്കും ഈ വണ്ടീൻ്റെ കാലം കഴിയുന്നവരെയും. അല്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഈ വണ്ടിക്ക് ഇനി വേറൊരു ഓണറില്ല. ഇതാണ് എൻ്റെ മൊഞ്ചത്തി, മഹേഷിൻ്റെ മൊഞ്ചത്തി. അത് ഓക്കെ, ഇതൊന്ന് പറയട്ടെ കൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ എനിക്ക് അവനോട് പറഞ്ഞ് മതി. ഇപ്പോൾ ഈ യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് എന്തിനു വേണ്ടി ഈ വണ്ടിക്ക് വേണ്ടി ഇത്ര പൈസ ചിലവാക്കണമെന്ന് പറയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈ.